90കളിലെ ജനപ്രിയ നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയറാം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ ജയറാമിന്റെ ഒരുപാട് വീഡിയോസ് ഓരോ വർഷത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് 99 എന്ന വർഷം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ജയറാം 2000 ആണ്. 2000 എന്നൊരു കാലം എത്തിയപ്പോൾ അപ്പുറത്ത് മറ്റൊരു ജനപ്രിയ നായകന്റെ ഒരു വളർച്ച തുടങ്ങി. അത് ദിലീപ് ആയിരുന്നു. ജയറാമിന് 2000 ആ ഒരു വർഷം എന്ത് സംഭവിച്ചു, ഏതൊക്കെ സിനിമകൾ ചെയ്തു, എന്താണ് അതിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. 2000 ജയറാമിന്റെ ആദ്യത്തെ റിലീസ് ഹിറ്റ് കോംബോ രാജസേനൻ കൂട്ടിട്ട് നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും അതിന്റെ തൊട്ടുമ്പത്തെ വർഷം 99 ഒരുപാട് ഹിറ്റ് സിനിമകൾ ജയറാമിനുണ്ട്. അതിൽ രാജസേന തന്നെ പട്ടാഭിഷേകം എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ആ സിനിമ ശരിക്കും 99 ക്രിസ്മസിന് റിലീസ് ആവേണ്ടതായിരുന്നു അന്ന്. പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ അന്നത്തെ ഒരു ആർട്ടിക്കിൾ വായിച്ചു തോന്നുന്നുണ്ട്. ക്രിസ്മസിന് പ്ലാൻ ചെയ്തിരുന്ന കുറെ സിനിമകൾ 99 ഇറങ്ങിയില്ല. അതെല്ലാം 2000 തള്ളി. 2000 ജനുവരിയിലേക്ക്. അതിലൊന്നായിരുന്നു നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, പിന്നൊന്ന് സത്യം ശിവൻ സുന്ദരം. ഇതൊക്കെ അന്ന് പുതുവർഷത്തിൽ റിലീസ് ആവുന്നൊക്കെ അന്നൊരു വാർത്ത 99 ഡിസംബർ മാസത്ത് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയ സിനിമയാണ് നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. അത് മറ്റു രാജസേന ജയറാം സിനിമകൾ പോലെയല്ല. നമുക്കറിയാം കുറച്ചൊരു സീരിയസ്, ഒരു മാസ് ആക്ഷൻ ഒക്കെ ചെയ്യാൻ ജയറാം ശ്രമിച്ചിട്ടുണ്ട്. ഒരു റിവഞ്ച് ഡ്രാമയാണ്. നല്ല സിനിമയാണ്. പക്ഷെ ആ സിനിമ അന്ന് വിജയമായില്ല. അത് ഒരു തൃശ്ശൂരൊക്കെ ഒരു 2 ആഴ്ചയോ എന്തോ റെഗുലർ ഷോ കളിച്ചിട്ടുള്ളൂ. പിന്നെ അത് നൂൺ ഷോ ആയി. അതുകൊണ്ട് അതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസോ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും രാജസേന്റെ മറ്റു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ആ സിനിമ വിചാരിച്ച പോലെ ഏറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഒരു ബ്രേക്ക് ഇട്ടു. ഈ ഒരു സിനിമ ശേഷമാണ് ജയറാമും രാജസേനും പറഞ്ഞത് ഞങ്ങൾ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യണമെന്ന് കുറയ്ക്കുകയാണ്. ഇത് തൽക്കാലം ഞങ്ങൾ ഒരു വർഷത്തേക്ക് ഞങ്ങൾ സിനിമകൾ ചെയ്യുന്നില്ല. ഞങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങളുടെ സിനിമകൾ ഞങ്ങൾക്ക് തന്നെ തോന്നുകയാണ് റിപ്പീറ്റേഷൻ വരുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നടമണ്ണ നാട്ടുപ്രമാണി പക്ഷെ നമ്മൾ ടി വിയിലൊക്കെ വന്നിട്ട്, ഞാൻ ടി വിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ടി വിയിലൊക്കെ വന്നിട്ട് നമ്മൾ രസമായിട്ട് കാണുന്നതാണ്. സംയുക്ത വർമ്മ എനിക്ക് തോന്നുന്നു അത് ഒരു കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു ആ സിനിമ. ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് റീച്ച് കിട്ടി ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് പോയേനെ. പിന്നെ ഒരു സിനിമ, അത് ശരിക്കും നാടൻ പെണ്ണും നാട്ടുപ്രമാണിയെ മുമ്പ് പറയേണ്ടതായിരുന്നു. മില്ലേനിയം സ്റ്റാർസ് 2000 എന്ന വർഷം ആദ്യം ഇറങ്ങിയ സിനിമ. അന്ന് രാത്രി 12 മണിക്കായിരുന്നു ആ ഷോ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ന്യൂ ഇയറിന്റെ ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ളത് ജനുവരി 1 ഈവനിങ് ഷോയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ജനുവരി 1 12 AM ആദ്യത്തെ ഷോ ആയിരുന്നു ആ സിനിമ. ആ സിനിമയെ കുറിച്ച് നമ്മൾ മുമ്പും എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് അതിന്റെ പേര് മസാല എന്നായിരുന്നു സിനിമയുടെ പേര്. ആദ്യമായിട്ട് പിന്നെയാണ് മില്ലേനിയം സ്റ്റാർസ് ആക്കിയത്. കിരീടമുണ്ണി എന്ന പ്രൊഡ്യൂസർ ആ ഒരു സിനിമയോട് കൂടിയാണ് ശരിക്കും ഇരുന്ന് പോയത്. പിന്നെ പുള്ളിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു സിനിമ ചെയ്തു, കുസൃതി എന്നൊരു സിനിമ ചെയ്തു. പക്ഷെ പുള്ളി ഒന്ന് ഡൗൺ ആയി പോകുന്നതാണ്. ഭയങ്കര നഷ്ടമായിരുന്നു. നല്ല ബഡ്ജറ്റ്, ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്ന അപ്പുറത്തോട്ട് ബഡ്ജറ്റിൽ പോയി. അതുകൊണ്ട് ആ സിനിമ നഷ്ടപ്പെട്ടെന്ന് നിർമ്മാതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ജയറാമും ബിജുമേനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അവർ രണ്ടുപേരും. പിന്നെ സുരേഷ് ഗോപിയും ഉണ്ട് അതില്. എനിക്ക് തോന്നുന്നു ആ സിനിമ ആളുകൾ പ്രതീക്ഷിച്ച ഒരു സിനിമയല്ല. അതിന്റെ ഒരു ഒറ്റ വരിയിൽ കഥ പറയുന്ന രസമാണ്, ഒരു മാസ് സിനിമയ്ക്കുള്ള കഥയാണ്. പക്ഷെ സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളായിരുന്നു. പക്ഷെ എവിടേക്കോ അത് സെക്കൻഡ് ഹാഫിലൊക്കെ പാളിപ്പോയി. ഒരു നഷ്ടം സിനിമ തന്നെയായിപ്പോയി. അങ്ങനെ ജനുവരി മാസം ജയറാമിന് 2 സിനിമ സംഭവിച്ചു. നല്ല സിനിമകളായിരുന്നു രണ്ടും. പക്ഷെ 2 സിനിമയും ബോക്സ് ഓഫീസിൽ ജയറാമിന് ഗുണം ചെയ്തില്ല. പിന്നെ 2000 വിഷുവിന് റിലീസായ ഒരു സിനിമ, അത് വിഷു കഴിഞ്ഞ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. അതായത് വിഷുവിന് ആണ് ആ സിനിമ ഇറങ്ങിയത്. പക്ഷെ തൃശ്ശൂര് കുറച്ച് വൈകി ഇറങ്ങി. അതാണ് ദൈവത്തിന്റെ മകൻ, വിനയന്റെ സിനിമ. വിനയൻ അന്ന് ഹിറ്റ് മേക്കറാണ്. 99 4 സിനിമയാണ് വിനയൻ ചെയ്തത്. അത് വാസന്തി ലക്ഷ്മി കഴിഞ്ഞ് ഹിറ്റായി നിൽക്കുന്നത് ചെയ്യുന്ന സിനിമയാണ് ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകൻ കുഴപ്പമില്ലാതെ ഓടിയ സിനിമയാണ്, ഒരു ഹിറ്റാണ്. പക്ഷെ അന്ന് കുറച്ച് മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു ആ സിനിമയ്ക്ക്. ഞാൻ ആ സിനിമ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിലാണ് കാണുന്നത്. അപ്പൊ അന്ന് ഇറങ്ങിയപ്പോഴും കുറെ മിക്സഡ് ഒപ്പീനിയൻ. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ ചിരിച്ചിട്ടാണ്. കലാഭൻ മണിയും ജഗദീപ് ജയറാമിന്റെ കൂടെ അവർ രണ്ടുപേരും നല്ല ത്രൂ ഔട്ട് ഹ്യൂമർ ആയിട്ട്, അല്ല ത്രൂ ഔട്ട് നല്ല തമാശ, കൗണ്ടറും തമാശയൊക്കെ നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അവരുടെ. കാരണം കലാഭൻ മണി നായകനായിട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇപ്പുറത്ത് വില്ലൻ കോമഡി ആയിട്ട് വരുന്നു. കാരണം ഒരുപാട് മിസ് ചെയ്ത നടനാണ് കലാഭൻ മണിയൊക്കെ. അന്ന് ഇവരുടെയൊക്കെ മെയിൻ സ്ട്രീം സൂപ്പർതാരങ്ങളുടെ സിനിമയിലൊക്കെ പല പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള നടനാണ് കലാഭൻ മണി. എന്തായാലും ദൈവത്തിന്റെ മകൻ ആ വിഷു സീസണിൽ ഇറങ്ങി. ജയറാമിന് സാമ്പത്തികമായിട്ട് ഗുണം ചെയ്ത സിനിമകളിൽ ഒന്നാണ് ദൈവത്തിന്റെ സ്വന്തം മകൻ, ദൈവത്തിന്റെ മകൻ. പിന്നെ
അടുത്ത സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. സത്യനന്ദിക്കാട് കൂടിയിട്ട് 99 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അവർ വീണ്ടും ഒന്നിച്ച സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ലക്ഷ്മി ഗോപാലസ്വാമി അരണ്യങ്ങളുടെ വീടിന് ശേഷം ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ച സിനിമ. ഇളയരാജയുടെ മ്യൂസിക്, കാവ്യമാധവൻ. നല്ല സിനിമയാണ്, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. കാളിദാസ് ആദ്യമായിട്ട് ജയറാമിന്റെ കൂടെ അഭിനയിക്കുന്നു. അതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സിനിമ തൃശ്ശൂര് കൈരളി തിയേറ്ററിലാണ് ഇറങ്ങിയിരുന്നത്. ഞാൻ കൈരളി തിയേറ്ററിൽ പോയിട്ട് തന്നെയാണ് ആ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. എന്തായാലും അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടി, മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് അന്ന് ആ വർഷം കിട്ടിയ സിനിമയായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. പിന്നെ അടുത്ത സിനിമ ഓണത്തിന് ഇറങ്ങിയ സിനിമയാണ്, 2000 ഓണത്തിന്. സ്വയംവര പന്തൽ, ഹരികുമാർ ഡയറക്ട് ചെയ്ത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്ത സിനിമ. ആ ഒരു സിനിമ ഒരു സീരിയസ് സിനിമ. ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ ഹരികുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഏതൊരു പാറ്റേണിലുള്ള സിനിമകളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക സീരിയസ് മൂഡിലുള്ള സിനിമ. ഇതിൽ നമുക്കറിയാം, ഒരു എന്റെ വൺലൈനൊക്കെ രസമാണ്. ഒരു 5 പെങ്ങന്മാർക്ക് ഒരു ആങ്ങള, ആ പെങ്ങന്മാർക്കൊക്കെ താല്പര്യമുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുള്ളൂ. അങ്ങനെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച ശേഷമാണ് ഭാര്യയ്ക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം അതിന്റെ ഒരു സെക്കൻഡ് ഹാഫും കഥയൊക്കെ. അതിൽ ശ്രീനിവാസൻ, ഇന്നസെന്റ് ഇവരൊക്കെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ ഭ്രാന്തന്മാരായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെയാണ് അത്. ആ സിനിമ അന്ന് വിജയിച്ച സിനിമയല്ല. പക്ഷെ ആ സിനിമ കുറച്ചു കാലം തിയേറ്ററിൽ ഓടാൻ കാരണം അതിന്റെ ഒപ്പം ഇറങ്ങിയ വല്യേട്ടനാണെന്ന് പറയും. കാരണം 2000 ഓണത്തിന് വല്യേട്ടൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വല്യേട്ടൻ ഭയങ്കര ഹിറ്റായിരുന്നു. അതിന്റെ ടിക്കറ്റ് കിട്ടാനില്ല. ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം പോകുന്നു വല്യേട്ടൻ കാണാൻ പോകുന്നു, ടിക്കറ്റ് കിട്ടുന്നില്ല. തൊട്ടപ്പുറത്ത് ജോസ് തിയേറ്ററിൽ പോകുന്നു സ്വയംവര പന്തൽ കാണാൻ, അതും ടിക്കറ്റ് കിട്ടുന്നില്ല, അതും ഫുള്ള്. ഇത് കഴിഞ്ഞ് മറ്റൊരു ദിവസം വീണ്ടും വല്യേട്ടൻ കാണാൻ പോകുന്നു, വല്യേട്ടന് ടിക്കറ്റ് കിട്ടുന്നില്ല. എന്നിട്ട് വീണ്ടും സ്വയംവര പന്തലിൽ പോകുന്നു, നല്ല തിരക്കാണ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ടിക്കറ്റ് കിട്ടി സ്വയംവര പന്തലിൽ കാണുന്നു. അന്ന് രാഗത്തിൽ ടിക്കറ്റ് കിട്ടാത്തവരൊക്കെ ജോസ് തിയേറ്ററിൽ. ഞാൻ പറഞ്ഞ ഏതൊരു സ്ഥലത്തും അങ്ങനെയായിരിക്കും. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് അന്ന് ഈ ബുക്ക് മൈ ഷോ ഒന്നും ഇല്ല. ബുക്ക് ചെയ്യണമെങ്കിൽ രാവിലെ 9 മണിയുടെയും 10 മണിയുടെ ഇടയ്ക്ക് 1 മണിക്കൂർ ബുക്ക് ചെയ്യാം. ആ സമയത്ത് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ബുക്കിംഗ് കിട്ടുള്ളൂ. അതും റിസർവ് ബാൽക്കണി ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്ലാസ് ഒന്നും ബുക്കിംഗ് ഇല്ല. അന്ന് അങ്ങനെയായിരുന്നു തിയേറ്ററുകളിലൊക്കെ. അങ്ങനെ ഒരു ഓളത്തിൽ ആ ഒരു വെക്കേഷൻ സമയത്ത് കുഴപ്പമില്ലാതെ കളക്ഷൻ കിട്ടിയ ഒരു പടമാണ് സ്വയംവര പന്തൽ. പക്ഷെ ആ സിനിമ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ വിജയിച്ച സിനിമയല്ല. ആ സിനിമയ്ക്ക് പക്ഷേ ജയറാമിന് സ്റ്റേറ്റ് അവാർഡ്, മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ് കിട്ടി. ഫസ്റ്റ് കിട്ടിയതന്ന് മികച്ച നടൻ O മാധവനാണ്, മുകേഷിന്റെ അച്ഛൻ. അതുകൊണ്ട് ജയറാമിന് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അതിന്റെ ക്യാമറാമാനും സണ്ണി ജോസഫ്, അദ്ദേഹത്തിനും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേകമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു സ്വയംവര പന്തൽ. ഇത് മലയാളം സിനിമയുടെ കാര്യമാണ്. ഇനി തമിഴ് സിനിമ, ആ വർഷം ഒരു തമിഴ് സിനിമ ഒരെണ്ണേ ജയറാമിന്റെ ഉള്ളൂ. അത് മാത്രം മതി ആ ഒരു വർഷം ജയറാമിന്റെ തമിഴ്നാട്ടിൽ കേരളത്തിലും കയ്യടി കിട്ടിയ ഒരു സിനിമയാണ് തെന്നാലി. കമലഹാസനാണ് അതിൽ നായകനെങ്കിലും ജയറാം തുല്യ പ്രാധാന്യമുള്ള റോളാണ്. അന്ന് മോഹൻലാലിനെ ആദ്യം ആലോചിച്ചിരുന്ന മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടണം ജയറാമിലേക്ക് വന്നു. പക്ഷെ ഇനിയോട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ജയറാമും കമലഹാസൻ. അതിനു മുമ്പ് ചാണക്യനൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു സിനിമ, ഇവരെ ഒരുമിച്ച സിനിമകളിൽ തെന്നാലി, പഞ്ചതന്ത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സിനിമകളാണ്. തെന്നാലിയിലെ നല്ല അടിപൊളി പാട്ടുകൾ ഒന്നും പറയണ്ട, ഒരുവിധം നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടോ. ആ വർഷം ജയറാമിന് തമിഴ്നാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക അവാർഡ് മികച്ച നടനുള്ളത്. അത് കമലഹാസനല്ല കൊടുത്തത്, ജയറാമിനാണ് കിട്ടിയത്. അതങ്ങനെ കൊണ്ട് മറ്റൊരു നടനും അങ്ങനെ കിട്ടിയിട്ടില്ല. വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് ജയറാം തന്നെയാണ്. അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. അന്ന് അങ്ങനെ കുറെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയും സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് അത് ആ വർഷം ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇതിലെ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അന്നൊരുവിധം ജയറാമിന്റെ സിനിമകളൊക്കെ മിസ്സാവാതിരിക്കുന്നതാണ്. ഒരുവിധം എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇനി നിങ്ങൾ നിങ്ങളുടെ സിനിമ ഇതിന്റെ കണ്ട എക്സ്പീരിയൻസുകൾ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.